ഹായ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് DHCP ആണ്. DHCP എന്ന് പറയുന്നത് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ ആണ്. അതായത് ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡിന്റെ മീനിങ് എന്താ? ആ വേർഡിന്റെ മീനിങ് എന്താ? ചേഞ്ചസ് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവുന്നതാണ് എന്തെന്ന് പറയുന്നത് ഡൈനാമിക് എന്ന് പറയുന്നത്. ഇനി ഹോസ്റ്റ് എന്ന് പറയുന്നത്, ഹോസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഡിവൈസുകളാണ് എന്ത് പറയുന്നത് ഹോസ്റ്റ് എന്ന് പറയുന്നത്. ആ ഡിവൈസുകൾ എന്തൊക്കെ വരാം? കമ്പ്യൂട്ടർ, മൊബൈൽ, പ്രിന്റർ, അങ്ങനത്തെ എല്ലാതും എന്തിൽ വരാൻ പറ്റും? നമുക്ക് ഹോസ്റ്റിൽ വരാനായിട്ട് പറ്റും. ആൻഡ് കോൺഫിഗറേഷൻ, കോൺഫിഗറേഷൻ മീൻസ് എന്താണ്? നെറ്റ്വർക്ക് സെറ്റിംഗ്സ് ആണ് എന്തെന്ന് പറയുന്നത് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് പി എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? പ്രോട്ടോകോൾ ആണ്. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് റൂൾസ് ആണ് എന്തെന്ന് പറയുന്നത് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. സോ DHCP മീൻസ് എന്താ? എ സെറ്റ് ഓഫ് റൂൾസ് എന്ത് ചെയ്യുന്നു? ദാറ്റ് ഓട്ടോമാറ്റിക്കലി പ്രൊവൈഡ്സ് നെറ്റ്വർക്ക് സെറ്റിംഗ് ടു ഡിവൈസ്. ദാറ്റ് ഈസ് എന്തെന്ന് പറയുന്നത് DHCP എന്ന് പറയുന്നത് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ക്ലിയർ? സോ അടുത്തത് ഡെഫിനേഷൻ ആണ്. അതായത് DHCPയുടെ ഡെഫിനേഷൻ ആണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. DHCP എന്ന് പറയുന്നത് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ ഈസ് എ നെറ്റ്വർക്ക് പ്രോട്ടോകോൾ യൂസ്ഡ് ടു automatically assign IP address and other network configuration detail to device in a network. That means എന്താണ്? ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് പ്രോട്ടോകോൾ ആണ്. എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്? നമുക്ക് IP അഡ്രസ് ഓട്ടോമാറ്റിക്കലി അസൈൻ ചെയ്യാം. ഒരു ഡിവൈസിൽ നിന്ന് വേറെ ഒന്നത്തിലോട്ട് കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് അതിന് IP അഡ്രസ്സും കാര്യങ്ങളും ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് DHCP എന്ന് പറയുന്നത്. ഇറ്റ് റിമൂവ്സ് നീഡ് ഫോർ മാനുവൽ IP കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ മാനുവലി ചെയ്യുന്ന സമയത്ത് ഒരു യൂസർ ഒരു ഹ്യൂമൻ ബീയിങ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവാം. അപ്പൊ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്തായിരിക്കും? അവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീൻസ് മറവി സംഭവിക്കാം, അല്ലെങ്കിൽ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള പ്രോട്ടോകോൾസ് നമ്പേഴ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ആ കോഡും കാര്യങ്ങളും ഇവിടെ യൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതൊക്കെ മാറ്റി നിർത്തുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ DHCP കൊണ്ടുവരിക്കുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡ് ആണ്. ഡിവൈസുകൾ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡ് ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് നെറ്റ്വർക്ക് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി അസൈൻ ചെയ്യാണ്. ഹ്യൂമന്റെയോ കാര്യങ്ങളുടെയോ ഹെൽപ്പ് ഒന്നുമില്ലാതെ ഓട്ടോമാറ്റിക്കലി നമ്മൾ അസൈൻ ചെയ്യാണ് എന്തെന്ന് പറയുന്നത് IP അഡ്രസ്സിന്. IP അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിവൈസുകൾക്കുള്ള യുണീക്ക് ആയിട്ടുള്ള ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് IP അഡ്രസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താ പറയുന്നത്? കോൺഫിഗർ ഡീറ്റെയിൽസ് എക്സ്ട്രാ, അതായത് കമ്മ്യൂണിക്കേഷനിൽ എന്ത് റിക്വയർഡ് ആണ്? എക്സ്ട്രാ സെറ്റിംഗ്സും കാര്യങ്ങളും ഒക്കെ എന്താണ് റിക്വയർഡ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ റിയൽ ടൈം ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഫോണിന് വൈഫൈവുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്താണ് നോട്ട് ടൈപ്പ് IP അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്റർനെറ്റ് എന്ത് ചെയ്യും? വർക്ക് ഇൻസ്റ്റന്റ്ലി അത് എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നത്? ബിക്കോസ് DHCP കൊണ്ടാണ്. ആ DHCP എന്ത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്? ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ IP അഡ്രസ്സും കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇതെന്ന് വെച്ചാൽ ആക്ച്വലി എന്തായിരുന്നു? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മാനുവലി ഉള്ള വർക്കും കാര്യങ്ങളും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ എന്താണ്? ഇറ്റ് റിമൂവ്സ് ദ നീഡ് ഫോർ മാനുവൽ IP കോൺഫിഗറേഷൻ. അതെന്താ? വിത്തൗട്ട് എന്താ പറയാ DHCP ആണെങ്കിൽ അഡ്മിനോ അല്ലെങ്കിൽ യൂസർ ആയിരിക്കും മാനുവലി IP അഡ്രസ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ കുറേ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാനുള്ളതുണ്ട്. അപ്പൊ ഹൈ ചാൻസ് ആണ് മിസ്റ്റേക്ക് വരാനുള്ളത്. ഹൈ ചാൻസ് ആണ് വരുന്നത്. വിത്ത് DCP ആവുന്ന സമയത്ത് എന്താണ്? മാനുവലി അല്ല ടൈപ്പ് ചെയ്യുന്നത്, സിസ്റ്റം ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ?
ഇനി അടുത്തത് why DHCP is needed, എന്താണ് ഇതിന്റെ ആവശ്യം എന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ പറഞ്ഞത്, വിത്തൗട്ട് DCP എന്ത് സംഭവിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതായത് വിത്തൗട്ട് DCP ആവുമ്പോൾ നമ്മളിപ്പോൾ വൈഫൈ യൂസ് ചെയ്യുക. അപ്പോൾ വൈഫൈ യൂസ് ചെയ്ത സമയത്ത് നമ്മൾ മാനുവലി നമ്മൾ എന്ത് ചെയ്യുക, IP അഡ്രസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. IP അഡ്രസ് എന്ന് വെച്ചാൽ എത്ര ലെങ്ത് ആണെന്നുള്ള കാര്യം അറിയാലോ. സോ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് മറവി വരാം, നമ്മൾ വേറെ ഏതെങ്കിലും കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇങ്ങനത്തെ കേസൊക്കെ വരുന്ന സമയത്ത് എന്തുണ്ടാവാം, IP അഡ്രസ് തെറ്റാം, ലീക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, കറക്റ്റ് ആയിട്ട് കണക്ട് ആവാത്ത സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാവും. ഇങ്ങനത്തെ കേസുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, DHCP എന്ന് പറയുന്നത്. ഇനി അടുത്തത് IP അഡ്രസ് മസ്റ്റ് ബി അസൈൻഡ് മാനുവലി. എന്താ പറഞ്ഞത്, IP അഡ്രസ് മസ്റ്റ് ബി അസൈൻഡ് മാനുവലി. അവിടെ എന്താണ്, എല്ലാ ഡിവൈസിനും ഈ മാനുവലിയിലെ സെറ്റപ്പ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് വെരി ലാർജ് നെറ്റ്വർക്ക് ആണ്. അപ്പൊ ഇങ്ങനെ മാനുവലി നമ്മൾ IP അഡ്രസ് എൻ്റർ ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ വെരി ഡിഫിക്കൽട്ട് ആണ്. ആലോചിച്ച് നോക്കി എത്ര ഡിവൈസുകളുണ്ട്, ഈ ഡിവൈസിനൊക്കെ മാനുവലി എൻ്റർ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും പണിയുള്ള ഒരു കാര്യമാണ് അതെന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എടുത്ത് നോക്കി, ഒരു കമ്പ്യൂട്ടർ ലാബ് കോളേജ്, നമ്മുടെ കോളേജിൽ ഒരു കമ്പ്യൂട്ടർ ലാബ് ഉണ്ട്. അപ്പൊ അതിൽ എത്രയുണ്ട്, 1000 കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെന്ന് വെച്ചിരിക്കും. അപ്പൊ 1000 കമ്പ്യൂട്ടേഴ്സിനെ നമുക്ക് മാനുവലി സെറ്റ് ചെയ്യാം, അതിന്റെ IP അഡ്രസ്സും കാര്യങ്ങളും സെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എഫേർട്ട് ഇടുന്ന ഒരു കേസാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, അത് ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്, DHCP യൂസ് ചെയ്തത്. നെക്സ്റ്റ് എന്താണ്, റിസ്ക് ഓഫ് IP കോൺഫ്ലിക്റ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ എടുക്കുന്നത് റിസ്ക് കോൺഫ്ലിക്റ്റ് ചെയ്യാതെ രണ്ട് ഡിവൈസിനും സെയിം IP ആന്ന് വിചാരിക്കും. അതായത് സെയിം IP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ PC1 എന്ന് പറയുന്നത് 192.something ഒക്കെ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യും, അവിടെ കോൺഫ്ലിക്റ്റ് വരാനുള്ള ചാൻസസ് വളരെ അധികം എന്താണ്, കൂടുതലാണ്. ഇനി അടുത്തത് എന്താണ്, ടൈം കൺസ്യൂമിങ് ഫോർ ലാർജ് നെറ്റ്വർക്ക്. ലാർജ് നെറ്റ്വർക്കിൽ ഒരുപാട് ഡിവൈസുകൾ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ന് കംപ്ലീറ്റ്ലി ഡിജിറ്റലിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ ആ എല്ലാത്തിലും നമ്മൾ മാനുവലി ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര എന്താണ്, സമയം എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ DCP ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കാം. വിത്ത് DCP ആകുമ്പോൾ എന്ത് വരും, ഓട്ടോമാറ്റിക്കലി IPയും കാര്യങ്ങളും എന്താവും, അസൈൻ ആവും. ആൻഡ് എന്താണ്, ഫാസ്റ്റ് ആൻഡ് എറർ ഫ്രീ കോൺഫിഗറേഷൻ ആണ് ഉണ്ടാവുക. അതായത് ഡ്യൂപ്ലിക്കേഷൻസ്, IP അഡ്രസ്സിന്റെ ഡ്യൂപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, ആ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരിക്കില്ല, മാനുവൽ ആയിട്ടുള്ള എററും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരിക്കില്ല. ഇതൊക്കെയാണ് വരുന്നത്. നെക്സ്റ്റ് എന്താണ്, ഇൻഫോർമേഷൻ പ്രൊവൈഡഡ് ബൈ DHCP. എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് DHCP അസൈൻ IP അഡ്രസ് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അതായത് IP അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്കിലുള്ള ഡിവൈസിന്റെ യുണീക്ക് ആയിട്ടുള്ള ഐഡന്റിറ്റി ആണ് എന്തെന്ന് പറയുന്നത്, IP അഡ്രസ് എന്ന് പറയുന്നത്. അടുത്തത് എന്താ, സബ് നെറ്റ് മാസ്ക് ആണ്. സബ് നെറ്റ് മാസ്ക് എന്ന് പറയുന്നത് അതായത് എന്റെ നെറ്റ്വർക്കിൽ ആരുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് പറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു നെറ്റ്വർക്കിൽ ഡിഫൈൻ ചെയ്യാണ് അതിന്റെ ഹോസ്റ്റിംഗ് പോർഷൻ ആർക്കാണ്, അത് ലോക്കൽ നെറ്റ്വർക്ക് സൈസ് എത്രയാണ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. അതാണ് എന്തെന്ന് പറയുന്നത്, ഡിവൈസിന് കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ആണ് അതൊക്കെ വരുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് ഡിഫോൾട്ട് ഗേറ്റ്വേ ആണ്. ഡിഫോൾട്ട് ഗേറ്റ്വേ എന്ന് പറയുന്നത് അഡ്രസ് ഓഫ് റൂട്ടർ ആണ്. അതായത് റൂട്ടറിന്റെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെയാണ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് അതർ സൈഡിലുള്ള നെറ്റ്വർക്കും കാര്യങ്ങളും ഒക്കെ ആക്സസ് ആണോ, അങ്ങനത്തെ കേസൊക്കെയാണ്. വിത്തൗട്ട് ഗേറ്റ്വേ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇന്റർനെറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. ഇനി അടുത്തത് DNS സെർവർ. DNS സെർവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഡൊമൈൻ നെയിംസിനെ IP അഡ്രസ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, DNS സെർവർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ്
DHCP വർക്ക് ചെയ്യുന്നത് എന്നുള്ള കേസാണ് നമ്മൾ പറയുന്നത്. അപ്പോ ഫസ്റ്റ് എന്താണ്, അതിന് പറയുന്ന പ്രോസസ്സിന് ഒരു പേരുണ്ട്, ഡോറ പ്രോസസ് എന്ന് പറയുന്നത്. അതായത് ആക്ച്വലി 4 steps ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിസ്കവർ, ഓഫർ, റിക്വസ്റ്റ്, അക്നോളജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഡിസ്കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്ലയന്റ് ബ്രോഡ്കാസ്റ്റ് റിക്വസ്റ്റ് ഫോർ IP അഡ്രസ്. അതായത് നമ്മളെ ഡിവൈസുകൾ, ഇപ്പൊ ഒരു കമ്പ്യൂട്ടർ ആണെന്ന് വിചാരിക്കുക, ആ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലോട്ട് ജോയിൻ ചെയ്തു, ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യുന്നു, ആ നെറ്റ്വർക്കിൽ നിന്ന് ഒരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് സെൻഡ് ചെയ്യും. ഇതിന് ഏതെങ്കിലും DHCP സെർവർ അവൈലബിൾ ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ബ്രോഡ്കാസ്റ്റ് ആണ്, സെൻഡ് ടു ഓൾ ദ ഡിവൈസിലോട്ടും കാര്യങ്ങളും സെൻഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഫർ ആണ്. ഓഫർ എന്ന് പറയുന്നത് DHCP സെർവർ ഓഫർ ആൻഡ് IP അഡ്രസ്. അതായത് DHCP സെർവർ റിപ്ലൈ കൊടുക്കുന്നതാണ്. അതായത് റിപ്ലൈ കൊടുത്തു, അതായത് അവൈലബിൾ ആയിട്ടുള്ള IPയും കാര്യങ്ങളുമാണ് ഇതിൽ കൊടുക്കുന്നത്, ഓഫർ ചെയ്യുന്നത്. ഇനി അടുത്തത് എന്താ, റിക്വസ്റ്റ്. റിക്വസ്റ്റ് എന്ന് പറയുന്നത് ക്ലയന്റ് റിക്വസ്റ്റ് ദ ഓഫർ IP. അപ്പൊ അതെന്താ, ക്ലയന്റ് എന്ത് ചെയ്യുന്നു, ആ റിക്വസ്റ്റിനെ ആക്സെപ്റ്റ് ചെയ്തു, സെൻഡ് കൺഫർമേഷൻ റിക്വസ്റ്റ്. കൺഫർമേഷനും റിക്വസ്റ്റും കാര്യങ്ങളും സെൻഡ് ചെയ്യുന്നതാണ് തേർഡ് സ്റ്റെപ്പിൽ വരുന്നത്. നെക്സ്റ്റ് എന്താണ്, അക്നോളജ്. സെർവർ കൺഫേം ആൻഡ് അസൈൻ IP. അതായത് സെർവർ എന്ത് ചെയ്യുന്നു, ആ റിക്വസ്റ്റിനെ അപ്രൂവ് കൊടുത്തു, ആ റിക്വസ്റ്റിനെ അപ്രൂവ് ചെയ്തു, ആൻഡ് IP എന്ന് പറയുന്നത് ഒഫീഷ്യലി എന്ത് ചെയ്ത് കൊടുത്തു, അസൈൻ ചെയ്ത് കൊടുത്തു. ഡിവൈസ് റെഡി ടു എന്തിനു വേണ്ടിയിട്ട്, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് റെഡിയായി. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഡോറ എന്ന് പറയുന്നത്. അതായത് അത് ആക്ച്വലി നമുക്ക് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എളുപ്പമാണ്. എന്താണ് ഡോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈസ് ഒബ്റ്റെയിൻസ് റിക്വയർഡ് അഡ്രസ് എന്നാണ് എന്തെന്ന് പറയുന്നത് ഈ ഡോറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ പറയുന്നത്. അതായത് DHCPയുടെ സ്ട്രക്ചർ ആണ് ഇനി പറയുന്നത്. DHCPക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DHCPയുടെ സെർവർ ആണുള്ളത്. ആ സെർവർ ആണ് എന്തെന്ന് പറയുന്നത്, IP അഡ്രസ്സിനെ അസൈൻ ചെയ്യുന്നത്. അതായത് ഒരു സെൻട്രൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടായിരിക്കും, അതായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, അഡ്രസ് ചെയ്യുക, IP അഡ്രസ് പൂളിനെ എന്ത് ചെയ്യാം, മെയിൻറ്റെയിനും കാര്യങ്ങളും ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് എന്താണ്, DHCP ക്ലയന്റ് ആണ്. DHCP ക്ലയന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്വസ്റ്റ് IP അഡ്രസ് റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഡിവൈസുകൾ ഏതൊക്കെയാവാം, ലാപ്ടോപ്പ്, ഫോണ്, PC എന്ത് തന്നെ ആവാം. അടുത്തത് എന്താണ്, യൂസ് ക്ലയന്റ് സെർവർ മോഡലാണ് ഇവിടെ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. കാരണം എന്താണ്, ക്ലയന്റ് ആസ്ക് ചെയ്യുന്നു, സെർവർ റെസ്പോണ്ട് ചെയ്യുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്, ഒരു കമ്മ്യൂണിക്കേഷന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസൈൻ ആണ് എന്തെന്ന് പറയുന്നത് ഈ ക്ലയന്റ് സെർവർ മോഡൽ എന്ന് പറയുന്നത്. കണ്ടോ, ഡൈനാമിക്, ഓട്ടോമാറ്റിക്, മാനുവൽ എന്ന് പറഞ്ഞിട്ട് 3 ടൈപ്സ് ഓഫ് IP means type of IP assignment in DHCP അസൈൻ ചെയ്തിട്ടുള്ള IP അഡ്രസ് ആണ്. ഫസ്റ്റ് എന്താണ്, ഡൈനാമിക് ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്. അതായത് ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ IP ചേഞ്ചസ് പീരിയോഡിക്കലി. അതായത് ടെമ്പററി IP ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവുക, അസൈൻ ചെയ്തിട്ടുണ്ടാവുക. ആ ടെമ്പററി IP-നെ എന്ത് ചെയ്യുന്നു, ഒരു ലിമിറ്റഡ് ടൈം വരെ ആയിരിക്കും എന്ത് ചെയ്യുക, വാലിഡേറ്റ് ചെയ്യുക. അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതായത് റെഗുലർ ആയിട്ടുള്ള യൂസർ ഡിവൈസുകൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള അലോക്കേഷനും കാര്യങ്ങളൊക്കെ നടക്കും. അതാണ് എന്തെന്ന് പറയുന്നത് ഇതിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് IP ഫ്രം പൂൾ ആണ്. അതായത് ഒറ്റ പ്രാവശ്യം മാത്രമായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇനി മാനുവൽ ആണ്. മാനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ്ഡ് IP ഫോർ സ്പെസിഫിക് ഡിവൈസിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക IP കൊടുത്തിരിക്കുക. അതായത് അഡ്മിൻ എന്ത് ചെയ്തിരിക്കുക, ഡിവൈസിലോട്ട് ഒരു IP കൊടുത്തിരിക്കുക. അതാണ് എന്തെന്ന് പറയുന്നത്, മാനുവൽ എന്ന് പറയുന്നത്.
ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് നമ്മൾ പറയുന്നത്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് IP കോൺഫിഗറേഷൻ, പ്രിവെന്റ് IP കോൺഫ്ലിക്ട്സ്, ഈസി നെറ്റ്വർക്ക് മാനേജ്മെന്റ്, സേവ് ടൈം ആൻഡ് എഫേർട്ട് എന്നുള്ളതാണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് DHCP, അതായത് സെർവർ ഫെയിലിയർ എഫക്റ്റ് ക്ലയന്റ്, സെക്യൂരിറ്റി റിസ്ക്, നോട്ട് സ്യൂട്ടബിൾ ഫോർ ഓൾ സെർവർ. അതായത് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താ പറഞ്ഞത്, ഓട്ടോമാറ്റിക് IP കോൺഫിഗറേഷൻ ആണ്. അതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവൽ സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് IP അഡ്രസ്സിന് നമ്മൾ എന്ത് ചെയ്യും, കൊടുക്കും. ആൻഡ് അടുത്ത എന്താ, പ്രിവെന്റ് IP കോൺഫ്ലിക്റ്റ്, അതായത് നമ്മളുടെ IPs സെർവറിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് IP അഡ്രസ് ഒക്കെ യൂസ് ചെയ്യൽ കുറവായിരിക്കും, ഡ്യൂപ്ലിക്കേഷനും അലൗ ചെയ്യില്ല. ആൻഡ് ഈസി നെറ്റ്വർക്ക് മാനേജ്മെന്റ്, അതായത് ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ആയ കാരണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ലെസ് അഡ്മിൻ വർക്ക് ലോഡ് ഒക്കെ കുറവായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി അടുത്തത് എന്താ, സേവ് ടൈം ആൻഡ് എഫേർട്ട് എന്നുള്ളതാണ്. അതായത് ലാർജ് നെറ്റ്വർക്ക് ഒക്കെ ആവുന്ന സമയത്ത് DHCP എന്ന് പറയുന്നത് വലിയ ഉപകാരമുള്ള ഒരു സംഭവമാണ്. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അതായത് സെർവർ ഫെയിലിയേഴ്സ് എഫക്റ്റ് ക്ലയന്റ്, അതായത് DHCP എന്ന് പറയുന്നത് സെർവർ ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ഡിവൈസുകൾക്ക് IP അഡ്രസ്സോ കാര്യങ്ങളോ കിട്ടില്ല. ഇനി അടുത്തത്, അത് സെൻട്രലൈസ്ഡ് സിസ്റ്റം ആയ കാരണം കൊണ്ടാണ്. ഇനി അടുത്തത് എന്താണ്, സെക്യൂരിറ്റി റിസ്ക് ആണ് പറയുന്നത്. സെക്യൂരിറ്റി റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പൊ നമ്മൾ ഫേക്ക് ആയിട്ടുള്ള ഒരു DHCP സെർവർ അറ്റാക്കും കാര്യങ്ങളൊക്കെ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവർക്ക് അത് ചെയ്തിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ അറ്റാക്ക് ചെയ്യാനോ DHCPനെ അറ്റാക്ക് ചെയ്യാനോ കാര്യങ്ങൾക്കോ പറ്റും. ഇനി അടുത്തത് നോട്ട് സൂട്ടബിൾ ഫോർ ഓൾ സെർവർ, എല്ലാ സെർവറിലോട്ടും ഈ DHCP വെച്ചിട്ട് നമുക്ക് IP ഫിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി അടുത്തത്, ഇതിന്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും എവിടെയൊക്കെയാണ് നമ്മൾ റിയൽ ടൈമിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ള കേസാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മളുടെ വീടുകളിലുള്ള നെറ്റ്വർക്കിൽ, ഓഫീസ് ലാൻഡ്സിൽ, വൈഫൈ നെറ്റ്വർക്ക്സ്, ലാർജ് എന്റർപ്രൈസ് നെറ്റ്വർക്ക്സിലൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, DHCP യൂസ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ഇനി KTയുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, നമ്മൾ കീവേഡ്സ് എന്ന് പറയില്ലേ, അതാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. KTU എക്സാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് DHCP സ്റ്റാൻഡ് ഫോർ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ ആണ് എന്ന് പറയുന്നത്. ആൻഡ് ഓട്ടോമാറ്റിക്കലി അസൈൻസ് IP അഡ്രസ്സും കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, അസൈൻ ചെയ്യുന്നുണ്ട്. ഡോറ പ്രോസസ്സ് എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. മാനുവൽ കോൺഫിഗറേഷനും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി 5 മാർക്കിന് നമുക്ക് ഈ ഒരു DHCP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ആണ് ആൻസർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനേഷൻ എഴുതണം, DHCP കൊണ്ടുള്ള നീഡ്സ് എന്തൊക്കെയാണെന്ന് എഴുതണം, അതിന്റെ വർക്കിംഗ് എഴുതണം, അഡ്വാൻറ്റേജസും ആപ്ലിക്കേഷനും എഴുതണം. അപ്പൊ ഇത്രയാണ് നമ്മൾ DHCPയിൽ കവർ ചെയ്തിരിക്കുന്നത്. ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കംപ്ലീറ്റ് മാർക്ക് ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ.